എല്ലാവർക്കും MNP ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ പ്രൊമോ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ചത് നമ്മുടെ സച്ചിയുടെ അച്ഛൻ വിളിച്ചിട്ട് സച്ചിനോടും രേവതിയോടും ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ നമ്മുടെ ക്ലൈമാക്സിൽ കാണിച്ചൊരു സീൻ. അപ്പോൾ ഇന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇവർ രണ്ടുപേരും കൂടി പതിവ് പോലെ ബൈക്കിന് പോകുകയാണ്, അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇതേപോലെ സച്ചി ബൈക്ക് നിർത്തിയിട്ട് രേവതിയുടെ അടുത്ത് ഇറങ്ങിക്കോ, ഇനി നീ ഒറ്റയ്ക്ക് വെക്കോ, ഞാനൊന്നുമില്ല അമ്പലത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പക്ഷേ അത് സമ്മതിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിക്ക് മുമ്പ് ഇതേപോലെ തന്നെ രേവതി എന്നെ വീട്ടിലാക്കുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും കണ്ടു കാണും. സച്ചി ഇതേപോലെ ഇടയ്ക്ക് വെച്ച് റോട്ടിൽ ഇറക്കിയിട്ട് പോയിട്ട് അന്ന് രേവതി ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടാതെ രേവതി അങ്ങ് തനിയെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഈ സമയം രേവതി അത് വിട്ടുകൊടുത്തില്ല. എന്നുവെച്ചാൽ അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, നല്ല കട്ട സപ്പോർട്ടുണ്ട്. അപ്പോൾ രേവതി അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ആദ്യം ബൈക്കിൻ്റെ താക്കോൽ ഊരിയെടുത്തിട്ട് ഇനി വന്നില്ല, അമ്പലത്തിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബൈക്കിൻ്റെ താക്കോൽ ഊരിയെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്, പോകാൻ സമ്മതിക്കാതെ. അപ്പോൾ സച്ചി പിന്നെ ഈ രേവതിയുടെ ഭീഷണിക്കൊക്കെ മുന്നിൽ വഴങ്ങി, എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പിന്നെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ വഴക്കൊക്കെ നടക്കുന്നത് നല്ല രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പൂജാരി നമ്മുടെ രേവതിയുടെ അടുത്ത് രേവതിനെക്കുറിച്ചും സച്ചിനെക്കുറിച്ചും ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് പൂജാരി പോയി കഴിയുമ്പോൾ സച്ചി രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ രേവതി അതായത് നീ കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കാൻ നല്ല രസമാട്ടോ സച്ചിയുടെ വർത്താനം. അപ്പോൾ ഇങ്ങനെ നീ കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണോ എങ്കിൽ നിനക്ക് ഇതിലും കൂടുതൽ നല്ല ഡയലോഗ് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണാൻ നമ്മുടെ ഏഷ്യാനെറ്റിൽ 7 മണിക്ക് ചെമ്പനീർ പോകും.